എന്താ സാർ? പോയി പിടിക്കണവനെ. ഹലോ സാർ. എടോ, അവൻ എന്നെ കൊല്ലാൻ വന്നു. ഉടിനാഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. സാർ ആരുടെ കാര്യമായി പറയുന്നത്? അവൻ തന്നെ, ആ വിജയകൃഷ്ണൻ. അവന് സിറ്റി വിട്ട് പോയിട്ടുണ്ടാവില്ല. ക്യാച്ച് ചെയ്യും. നിന്റെ പോലീസ് വളഞ്ഞിരിക്കുക, രക്ഷപ്പെടാൻ പ്രയാസമാണ്. ഈ ജീപ്പ് എടുത്ത് പൊക്കോ. പോടാ. പോടാ. Catch him! Catch him! Police! എന്താണോ സാർ, ഞാൻ അവനെ പിടിച്ചതാ. എന്റെ നാവിക്ക് തൊഴിച്ച് താഴെ ഇട്ടിട്ട് അവൻ ജീപ്പോട്ട് കടന്നു കളഞ്ഞു. എടോ, ഇത് സർവീസ് റിവോൾവറാ. പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയത്ത് ബുള്ളറ്റ് കണ്ടെടുത്താ ഉണ്ടല്ലോ, പിന്നെ അത് മതി. ഹലോ, ഉണ്ട്, കൊടുക്കാം സർ. യെസ്, CI ശരത്. എന്താ ശരത്? സാർ, ഇപ്പോൾ സിറ്റി ഹോസ്പിറ്റലിൽ നിന്നൊരു കോൾ ഉണ്ടായിരുന്നു. റെയിൽവേ ട്രാക്കിന്റെ സമീപത്ത് അത്യാസന്ന നിലയിൽ കണ്ടെത്തിയ ഒരാളെ നാട്ടുകാർ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ടെന്ന്. ആശുപത്രിക്കാർ പറയുന്നത് മർഡർ അറ്റംപ്റ്റ് ആണെന്ന്. He is very critical. Immediate operation theatre മാറണം. Good morning. Excuse me, what is his position now? There are fatal injuries to head and eyes. 24 മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ പറ്റില്ല. അതിരിക്കട്ടെ, പേഷ്യന്റിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? നോ, അന്വേഷിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ പോലീസാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരാളെ കൊല്ലാൻ തുനിഞ്ഞിറങ്ങുമ്പോ
ചത്തു എന്ന് ഉറപ്പുവരുത്തിട്ട് വേണം മടങ്ങാൻ. സാർ അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. എടോ, അവനെങ്ങാനും ജീവിച്ചിരുന്ന എല്ലാവരും തൂങ്ങും. അതോർത്ത് സാറ് വിഷമിക്കണ്ട. വിജയേഷിന് ബോധം തെളിയുന്നതിന് മുമ്പ് ഞാൻ അവനെ ഇവിടെ വെച്ച് തന്നെ തീർത്തോളാം. മണ്ടത്തരം കാണിക്കല്ലടോ. ഈ സമയത്ത് അവിടെ വെച്ചൊന്നും ചെയ്യരുത്. എന്താ വേണ്ടത് ഞാൻ പറയാം. ഓക്കെ സർ. എന്തായി? ഇവിടെ വെച്ച് അവനെ ഒന്നും ചെയ്യേണ്ടെന്നാ സാർ പറയുന്നത്. അവനെ കൊന്നിട്ട് ആ ട്രാക്കിലേക്ക് വലിച്ചെറിയാൻ ഞാൻ അപ്ലൈ പറഞ്ഞതാ, കേട്ടില്ല. ആ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അതിലിനി തോണ്ടണ്ട. എന്തായാലും ഇനി താൻ ഇവിടെ തന്നെ ഉണ്ടാവണം. പിന്നെ നമ്മുടെ പോലീസുകാരെ തന്നെ കൂടെ നിർത്തിയാൽ മതി. കേസൊന്നും രജിസ്റ്റർ ചെയ്യാതെ തന്നെ അവനെ ഇവിടുന്ന് കൊണ്ടുപോകണം. ഞാൻ അറിയിക്കാം. തൻ്റെ ഡ്യൂട്ടി ഇതുവരെ കഴിഞ്ഞില്ലേ? താൻ ലേറ്റ് ആകും തോറും എൻ്റെ ഫോണിന് ആ റെസ്റ്റില്ലാതാകാൻ. മുത്തച്ഛൻ്റെ വിളി അപ്പം തുടങ്ങില്ലേ? എന്താടോ, എന്ത് പറ്റിയത് എനിക്ക്? വിജയകൃഷ്ണൻ രക്ഷപ്പെടില്ലേ ഡോക്ടർ? ഏത് വിജയകൃഷ്ണൻ? ഇപ്പൊ തിയേറ്ററിൽ നിന്ന് ICUലേക്ക് മാറ്റിയ പേഷ്യന്റ്. തനിക്ക് അറിയോ ആളെ? പറയടോ, തനിക്ക് അറിയോ ആളെ? LKG മുതൽ തുടങ്ങിയതാ അവിടെ ഡാൻസ് കൂത്തും. ഇനി പഠിച്ച് ഡോക്ടറാകുമ്പോ ബിരുദത്തിന്റെ കൂടെ എഴുതി വെക്കുവോ? ഡോക്ടർ രാധിക വർമ്മ, BSc, MBBS, ഭരതനാട്യം, കുച്ചുപുടി. എന്റെ മുത്തശ്ശ ഒന്നും മിണ്ടാതിരിക്കോ? ഇരുന്നിരുന്ന് ആസനത്തിൽ തഴമ്പ് വീണു. അല്ല, ഞാനും ചോദിച്ചോട്ടെ, ഈ കലാമണ്ഡലം രാജലക്ഷ്മി പഠിപ്പിച്ചാലേ നിങ്ങൾക്ക് സ്റ്റേജിൽ തുള്ളാൻ പറ്റുള്ളൂ എന്നുണ്ടോ? ഓ അതെ അതെ, ഈ കുരുക്ഷേത്രം എവിടെയാ? കുരുക്ഷേത്രമല്ല, കലാക്ഷേത്ര. ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞാ മതി, ഒന്നും തരണ്ട. ഞാൻ ഇവിടെ കയറിക്കോട്ടെ. വഴി പറഞ്ഞു എവിടെയെങ്കിലും പോയി കയറ്. മുത്തശ്ശ, ഞാൻ വഴി പറഞ്ഞു തരുമ്പോ മുത്തശ്ശന് ഞാൻ ചെയ്യുന്ന ഒരു ഉപകാരം, അതുപോലൊരു ഉപകാരം തിരിച്ചു ചെയ്താൽ അതെനിക്കൊരു ഉപകാരമായിരിക്കും. ഐ മീൻ പ്രത്യുപകാരം എന്ന ഉപകാരം. എന്റെ മുത്തശ്ശ ഇയാളോട് കേറിക്കോട്ടെ. ഇനി നമുക്ക് വഴി തെറ്റണ്ട. മോള അല്ല, എന്റെ അമ്മ. ഇത്രയും പറയാൻ കുറഞ്ഞ അമ്മേ. രാമകൃഷ്ണ ഗോവിന്ദ നാരായണ പത്മനാഭ. ഇതൊന്നും വണ്ടി കയറുന്നു നാമം ജപിക്കുന്നേ. ഞാൻ എന്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ ഒന്ന് വിളിച്ചാ ഒരു സാധനം കൂടെ കേറ്റിക്കോട്ടെ. ഇവിടെ മിന്നൽ പണി കൂടെ പോയിന്നേ. സത്യം. ഏടാ എല്ലാരും കൂടി വാടാ, വേ സാധനങ്ങൾ കേട്ടോ. കൈന്ന് പോയേനെ ചക്ക. എങ്ങോട്ടോ? അമ്പലത്തിലുള്ള സാധനങ്ങളാണേ. ഈ അമ്പല കമ്മിറ്റി ആയി പോയതിന്റെ ഒരു കുഴപ്പം. ഉത്സവാഘോഷങ്ങളാണ്. മത്തങ്ങ കുടിച്ചോളൂ. മത്തങ്ങകളൊന്നും കഴിച്ചില്ല മുത്തശ്ശ. സൂക്ഷിച്ച് കേട്ടടാ, കുറച്ച് സാധനങ്ങളെ കിട്ടിയുള്ളൂ മുത്തശ്ശ. ഒരു ചെറിയ കുടയുണ്ട്, ആനപ്പുറത്ത് പിടിക്കുന്നതാ. മോള് വെച്ചോ. ഇങ്ങേരെവിടെ? വാസോട്ടാ, ഇതെവിടെയത്? ഞാൻ വരുന്നു. ഇതാണോ കലാക്ഷേത്രം? ഇത് ശിവക്ഷേത്ര. ഈ കലാക്ഷേത്രം എവിടെയാ? കുറെ കിലോമീറ്റർ ആയല്ലോ നിങ്ങളെ കൂടെ ചുറ്റാൻ തുടങ്ങിട്ട്. ഞാൻ പറഞ്ഞു തരില്ലേ, ഈ സാധനങ്ങളൊക്കെ ഞങ്ങളൊന്ന് ഇറക്കിക്കോട്ടെ. എല്ലാം പെട്ടെന്ന് ഇറക്കടാ. ഞങ്ങള് ഭയങ്കര സ്പീഡാ. താ വഴി പറഞ്ഞില്ലല്ലോ. അത് ഈ വണ്ടി വന്ന് നിർത്തിയില്ലേ, ഞാൻ ഓടി വന്ന് കേറിയില്ലേ ഒരു വലിയ കട. ഈ വലിയ കടയുടെ തൊട്ടപ്പുറത്ത് കൂടി ഒരു വഴി അകത്തേക്ക്, ഇടത്തേക്ക്. ആ വഴി നേരെ ചെന്നാൽ കലാക്ഷേത്ര. അതിന്റെ തൊട്ട് പുറകിലെ ടീച്ചറിന്റെ വീട്. ഓഹോ, അപ്പൊ നീ നിന്നിടത്ത് തന്നെയാണ് കലാക്ഷേത്ര? അതെ, ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ പുറകോട്ട് പോയാൽ മതി. ഇതൊന്ന് പിടിച്ചേ. വേണ്ടായിരുന്നു. അല്ല, ഇരിക്കട്ടെ. ഒരടിയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഒരു തുപ്പല്ലോ ഒതുക്കിയതിന് താങ്ക്സ്. വരട്ടെ. ഈശ്വരൻ കാത്തു. നമസ്കാരം. നമസ്കാരം. ഞാൻ ഈശ്വര വർമ്മ, പല്ലാരിമംഗലത്ത് പാലാഴി തറവാട്ടിൽ വരുന്നു. നമ്മളൊന്നും ഫോണിൽ സംസാരിച്ചിരുന്നു. ഞാൻ ഓർക്കുന്നു. വരൂ. ഇതെന്താ കൊച്ചുമോളാ? രാധിക വർമ്മ, മെഡിക്കൽ സ്റ്റുഡന്റാ. ഇവരൊക്കെ ഇവരുടെ ഫ്രണ്ട്സാ. ഈ ഗ്രൂപ്പിനെയാണ് തുള്ളാട്ടം പഠിപ്പിക്കേണ്ടത്.
മുത്തശ്ശ ഞാൻ സംസാരിച്ചോളാം. ആ കലാമണ്ഡലം രാജലക്ഷ്മി ടീച്ചറെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. ടീച്ചർ തന്നെ കമ്പോസ് ചെയ്യുന്ന നൃത്തം ആർട്സ് ഫെസ്റ്റിന് അവതരിപ്പിക്കണമെന്നാ ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. 2 വർഷമായി ഞാൻ ചെലങ്ക അണിഞ്ഞിട്ട്. അയ്യോ ചെലങ്ക കള്ളം കൊണ്ടുപോയോ? ബാംഗ്ലൂർ മലയാളി സമാജത്തിന്റെ പ്രോഗ്രാം കഴിഞ്ഞു വരുന്ന വഴിക്ക് ഒരു ആക്സിഡന്റ്. അത് പിന്നെ മനസ്സിനൊത്ത് കാലിന് വേഗത പോരാ. ഇതൊന്നും ഫോണിൽ പറഞ്ഞിരുന്നെങ്കിൽ 4 കാശ് ലാഭം കിട്ടിയനെ. വണ്ടിക്ക് കിലോമീറ്ററിന് 20 രൂപയാ ചാർജ്, അറിയോ? സോറി. ഇവിടെ എത്തും വരെ ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു കോമ്പറ്റീഷനിൽ വിജയിക്കുമെന്ന്. ഇനിയിപ്പോ കുട്ടിയോട് വിഷമിക്കണ്ട. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ നൃത്തം എന്റെ മകൻ കമ്പോസ് ചെയ്തു തരും. എന്റെ മകനായതുകൊണ്ട് പറയല്ല, മിടുക്കനാ. അവനാ ഇപ്പൊ കലാക്ഷേത്രത്തിന്റെ ഇൻചാർജ്. നാളെ പുലർച്ചെ അങ്ങോട്ട് വന്നോളൂ. ഈ ആണുങ്ങളെ ഡാൻസ് പഠിപ്പിച്ചാ കണക്കാ. വരാൻ പോണ മാഷ് വല്ല ചാന്തുപൊട്ടും ആയിരിക്കും എന്തോ. എന്നാ ബാങ്ങാവരും ചെളുക്കുത്തുമായിരിക്കും സ്റ്റെപ്പ്. ടീച്ചറേ ടീച്ചറേ ആ, ആ, എത്തിയല്ലേ? ടീച്ചർ ഇതുവരെ വന്നില്ലേ? വന്നു. നിങ്ങള് ഡാൻസ് പഠിക്കാൻ വന്നവരാ? അല്ല, പാടത്ത് കൊയ്യാൻ വന്നതാ. കൊയ്ത്താരൊക്കെ നല്ല മോഡേൺ ആയി കേട്ടാ. നീ നിന്റെ പണി നോക്കണ ചേക്കാ. ആ ടീച്ചറേ, ദാ കറണ്ട്, വാട്ടർ, ഫോണ്, ഗ്യാസ് എന്റെയൊക്കെ ബില്ല് അടച്ചതിന്റെ ഫുൾ രസീത് ഉണ്ട് കേട്ടോ. അല്ല ടീച്ചറേ, ഇവരെന്താ കലാക്ഷേത്രത്തിന് കണ്ണ് കിട്ടാതിരിക്കാൻ കോലം വച്ച പോലെ ഇങ്ങനെ നിരന്നിക്കണത്? ഇവരെ ഞാൻ പറഞ്ഞു കുട്ടികള്. ആണാ? ഇവര് മെഡിക്കൽ സ്റ്റുഡൻസ് ആണെന്നല്ലേ പറഞ്ഞു? ഇവരുടെ ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ട് കുറച്ച് ഭരതനാട്യവും ഒഡിസിയും ഒക്കെ കൂടി ഫോക്കിൽ മിക്സ് ചെയ്തൊരു കാച്ചങ്ങട് കാച്ചാലോ? ആ ഭരതനാട്യം ഫോക്ക് മിക്സ് ചെയ്ത പോക്കാ. എക്സ്ക്യൂസ് മീ, ഒന്ന് ആരെങ്കിലും ശ്രദ്ധിക്കണേ. നൃത്തകലകൾ അഭ്യസിക്കാൻ വരുമ്പോൾ കഴിയുന്നതും തലയിൽ എന്തെങ്കിലും ഉള്ള ഒരാളെ കൂട്ടിയിട്ട് വന്നാൽ വളരെ നന്നായിരിക്കും. ഇതേതാ ഈ തെണ്ടി? എന്റെ മോനാ. അങ്ങനെ തന്നെ വേണം ടീച്ചർക്ക്, അങ്ങനെ തന്നെ വേണം. ഈ കുരുത്തക്കെട്ടവരെങ്ങനെയാ കുരുത്തോല പണി പഠിപ്പിക്കുന്നേ? അനാവശ്യ വർത്തമാനങ്ങൾ ഇവിടെ വേണ്ട. നിങ്ങൾക്ക് അവനിൽ വിശ്വാസം ഇല്ലെങ്കിൽ പോവാം. ഇവിടെ ആരും നിർബന്ധിക്കുന്നില്ല. നിർബന്ധിച്ചാൽ എന്റെ പട്ടി വരും. എന്നാ നമുക്ക് പോകാം. ഇനി സമയം കളയണ്ട. നമ്മൾ ഉദ്ദേശിച്ച ഇവിടുന്ന് കിട്ടില്ല. മുത്തശ്ശൻ എന്ന് മുത്തച്ഛൻ പറയുന്നത് അനുസരിച്ചാ മതി. നടക്ക് പറയേ, ധൃതിയിട്ട് പോയിട്ട്. കോളേജിന്റെ വിജയം മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചത്. അതിലും മേലെ ഒരു കലാതിലക ആവുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചേയില്ല. ഇതെനിക്ക് അർഹതപ്പെട്ടതല്ല, സ്വീകരിക്കണം, അനുഗ്രഹിക്കണം. പിന്നീട് ഞങ്ങൾ പലയിടത്തും വെച്ച് കണ്ടുമുട്ടി. കൂടുതലടുത്തു, ഇഷ്ടപ്പെട്ടു. ആ ഇഷ്ടം ആദ്യം കോളേജിൽ അറിഞ്ഞു, പിന്നീട് നാട്ടിലറിഞ്ഞു, ഒടുവിൽ എന്റെ വീട്ടിലും. അവളുടെ ഒരു പ്രേമം ഞാൻ അന്വേഷിച്ചു. ആ കൂട്ടുകാരിയുടെ മോനെ കുറിച്ചും കുടുംബത്തെ കുറിച്ചും. എടേ, നിന്റെ ഈ ചേച്ചിയെ കിട്ടിയതുപോലെ സമയമാകുമ്പോ ഞങ്ങൾ പറയും നീ ആരെ വിവാഹം കഴിക്കണമെന്ന്. എന്താ എന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു? എന്താ കാര്യം നിനക്ക് മനസ്സിലായില്ല അല്ലേ? ഇപ്പൊ മനസ്സിലായി. രാധിക എല്ലാം തുറന്നു പറഞ്ഞു അല്ലേ? ഇനിയിപ്പോ ഏത് ദുർശക്തികൾ വിചാരിച്ചാലും പിരിക്കാൻ കഴിയാത്ത വിധം ഞങ്ങൾ വളരെ അടുത്തുപോയി. അടുത്തു പോയോ? എന്റെ കൊച്ചുമോള അവള്. ആ ഒരു കുറവേ ഞാൻ അവളെ കണ്ടുള്ളൂ. അച്ഛനില്ലാത്ത കുട്ടിയാ. അച്ഛനില്ലാണ്ട് കുട്ടികളുണ്ടാവേ? ഈ മുത്തശ്ശന്റെ ഒരു കാര്യം. അച്ഛനുണ്ടായിരുന്നു, മരിച്ചുപോയി. പേര് രാമനാഥവർമ്മ. അല്ല, നിന്റെ അച്ഛന്റെ പേരെന്താ? എന്താ പറയാനൊരു ബുദ്ധിമുട്ട്? അങ്ങനെ ഒരാളില്ലേ? തന്തയ്ക്ക് പിറക്കാത്തവർക്ക് പെണ്ണ് കൊടുത്ത പാരമ്പര്യം പാലാഴി തടവാട്ടുകാർക്കില്ല. ഇറങ്ങി പോടാ. മേലിൽ ഈ ബന്ധം തുടർന്നാൽ അരിഞ്ഞു കളയാൻ. അതെ, കാർന്നവരോടൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കൊച്ചുമോൾക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ, എന്റെ കൂടെ വരാൻ തയ്യാറാണെങ്കിൽ ആരെതിർത്താലും ഞാൻ കൊണ്ടുപോകും. നീ ഒരു പുല്ല് ചെയ്യില്ല. നിനക്കറിയാവോ ഞാൻ ആരാണെന്ന്? പഴയ പോലീസാ. എന്റെ മരുമകനെ IPS ആ, സ്വാമിനാഥൻ IPS. അവനിപ്പോ ഡൽഹിയിലായതിന്റെ ഭാഗ്യം. ഞാൻ അവന്റെ നമ്പറിലൊന്ന് കുത്തിയാൽ കേരള പോലീസ് നിന്നെ തുരുട്ടും. പിന്നെ നിന്റെ ശവമായിരിക്കും പുറത്തു കാണുക. ഞാൻ കാരണം വിജയകൃഷ്ണൻ ഈ അവസ്ഥയിൽ ഇവിടെ. താൻ സമാധാനായിട്ടിരിക്കുക. വിജയകൃഷ്ണൻ ഒന്നും സംഭവിക്കില്ല, രക്ഷപ്പെടും. ബിലീവ് മീ. പക്ഷേ എനിക്ക് പേടിയാവുന്നു ഡോക്ടർ. വിജയകൃഷ്ണനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചവർ ഇവിടെ തന്നെ ഉണ്ട്. അവര് വീണ്ടും. താൻ ആരെ കുറിച്ചായി പറയുന്നത്? ഈ കേസ് അറ്റൻഡ് ചെയ്യാൻ ഇവിടെ എത്തിയ പോലീസുകാരെ തന്നെ എനിക്ക് പേടി. ഞാൻ കേട്ടത് അവരുടെ ഡിസ്കഷൻ. അവര് വിജയകൃഷ്ണനെ കൊല്ലും.